ചേട്ടാ, സെലിബ്രിറ്റി മാച്ച് വെച്ചിട്ട് മിണ്ടാൻ പറ്റിയില്ല. നല്ല കിടിലം ബോളിംഗ് ആയിരുന്നു. ഓഫ് സ്പിന്ന് ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം. എങ്ങനെയാണ് ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ജീവിതത്തെ ഞാനിപ്പം ഇവിടെയും കണ്ടു CCF നടത്തുന്ന മാച്ചസിൽ. അപ്പോൾ എങ്ങനെയാണ് ക്രിക്കറ്റ്, എന്താണ് ജീൻ ചേട്ടന് ക്രിക്കറ്റ്? ക്രിക്കറ്റ് ചെറുപ്പം തൊട്ട് നമ്മൾ ഒരുപാട് കാണുന്നു വെച്ചാൽ ഞാനും അമ്മയും കൂടി ഇരുന്ന് ഒരുപാട് ക്രിക്കറ്റ് കളി കാണുമായിരുന്നു. അപ്പം അങ്ങനെ ക്രേസാണ്. സ്കൂളിൽ കളിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ടീമിൽ കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ സിനിമയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് നമുക്ക് പ്രൊഫഷണൽ ഹാൻഡ്ബോളിനെ കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തു. നമ്മൾ എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റി ടീമുകൾ തുടങ്ങിയപ്പോൾ ആദ്യം തൊട്ടുള്ള ടീമുകളിലുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ജീൻ ചേട്ടൻ്റെ ഫീൽഡിംഗ് പെർഫോമൻസ്. അത് എത്രത്തോളം ലൈവിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ തന്നെ ലൈവായിരുന്നു. എനിവേ അടിപൊളിയായിരുന്നു. ആ ക്യാച്ചൊക്കെ ഈഗിളിൻ്റെ ക്യാച്ച് ജീൻ ചേട്ടനാണ് അല്ല, കവറി വെച്ചിട്ട് ഒരു ക്യാച്ച് എടുത്തിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ക്യാച്ചിങ്. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാക്ടീസിലൂടെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ ഇതിനകത്ത്? പ്രാക്ടീസ് ഉണ്ട്, അതിനേക്കാൾ ഉപരി ടീമിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ബോളിൽ ഇപ്പം എന്തെങ്കിലും നമുക്ക് ടീമിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓഫ് സ്പിന്നെ നന്നായിട്ട് ടേൺ ആവുന്നുണ്ട്. ഞാൻ അന്ന് ബാറ്റ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ മുന്നിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയത്. കാരണം അത്രയും ടേൺ ആവുന്നുണ്ടായിരുന്നു. നല്ല ടേൺ കിട്ടുന്നുണ്ട്. എനിവേ സന്തോഷം. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോൾ ഉള്ളവർ ക്രിക്കറ്റിലേക്ക് വന്ന് എന്തെങ്കിലും സംഭാവനകൾ നൽകുമ്പോൾ കുറേ പേര് ഔട്ട് ദെയർ അവര് സ്റ്റിൽ മോട്ടിവേറ്റഡ് ആയിട്ട് കളിയിലേക്ക് വരും. ഇപ്പോഴും കളിക്കാൻ പറ്റുന്നത് വലിയ അനുഗ്രഹമാണ്, ആരോഗ്യമാണല്ലോ എല്ലാം. നമുക്കത് എത്ര കാലം കളിക്കാൻ പറ്റുന്നോ അത്രയും കാലം കളിക്കണം. CCFനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? CCF ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി. ഇപ്പം CCFനെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തുടക്കം തൊട്ട് ഇതിന്റെ സിനിമാക്കാർ ടീം ഇടുമ്പോൾ തൊട്ട് ഞാനുണ്ട്. അപ്പൊ അന്നത്തെ കളി തൊട്ട് ഇന്നത്തെ കളി വരെ വരുമ്പം അതിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ ഡിഫറൻസ് ഒക്കെ ഭീകരമാണ്. അതായത് ഇപ്പം വന്ന് ഇപ്പം ഒരുപാട് പ്ലേയേഴ്സ് കളിക്കുമ്പോൾ നമുക്ക് കളി കാണുന്ന പോലെ ഉണ്ട്. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഒരു സ്ഥലത്തുനിന്ന് പന്തറിയാൻ, നോ ബോൾ ആവാണ്ടിരിക്കുക, വൈഡ് ആവാണ്ടിരിക്കുക, അത്രയ്ക്കൊക്കെ ഉണ്ടായുള്ളൂ. അവിടെ നിന്ന് ഇപ്പൊ ഇവിടം വരെ വന്നു. അത് ഒരു ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുന്നതാണെങ്കിലും അവരുടെ റൂൾസിന്റെ കാര്യത്തിലാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീം ആണെങ്കിലും മുമ്പ് ഞാനിപ്പോൾ 2 മാസമായിട്ടുള്ളൂ കേട്ടോ ക്രിക്കറ്റ് ബോർഡിലേക്ക് കളിച്ചു തുടങ്ങിയിട്ട്. മുമ്പ് ഞാൻ കാണുന്നതിനേക്കാളും ക്വാളിറ്റി ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം രണ്ടാമത്തെ മാച്ച് ഞാൻ തോറ്റിട്ട് രാത്രി വീട്ടിൽ പോയിരുന്നിട്ട് നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലല്ലോ. കാരണം അത്രമാത്രം ക്വാളിറ്റിയിലാണ് നിങ്ങൾ കളിക്കണം. അത് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന എല്ലാവരും ആ ക്വാളിറ്റി വരുന്നത് ക്രിക്കറ്റിനോടുള്ള പാഷൻ ഒന്നുണ്ട്, പിന്നെ നല്ല ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലേ? നല്ല ഇൻസൾട്ടും. കാരണം നമ്മൾ ഇതും കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ കളി നമുക്ക് പിടിച്ചിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ രാജഗിരി കളിക്കുന്ന പോലെ അല്ലല്ലോ. അവിടെ ഇപ്പം ആൾക്കാർ കാണുന്നതാണ്, മലയാളികൾ കാണുന്നതാണ്. നമുക്ക് മനസ്സുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടീസും പെർഫോമൻസും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ്. ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്, വൈഡ് എറിയുന്നത്, നോ ബോൾ എറിയുന്നത്, ഒരു 6 നമുക്കിട്ട് അടിക്കുന്നത്. നമുക്കപ്പം ഇത്രയും മലയാളികൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു ഭയങ്കരമായ ഒരു സംഭവമുണ്ട്. അപ്പം ഒബ്വിയസ്ലി എല്ലാ സീസണും നമ്മളത് ബെറ്റർ ആവാൻ നോക്കിക്കൊണ്ടിരിക്കും. ലൈക്ക് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ആലോചിച്ചാൽ അറിയാം, നമുക്ക് ഈ ടീമിലെ പൊസിഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ ആയിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ, പ്രാക്ടീസ് ചെയ്തവരൊക്കെ തന്നെ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പുറകോട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയുന്നുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ചെറിയ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ടീമിന്റെ അകത്ത് തന്നെ ഇപ്പം നമ്മളിപ്പം പ്രാക്ടീസിന് വരുന്ന, ഇപ്പം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരുപാട് പേര് ഇപ്പം 10-25 പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 15 പേരുടെ സ്ക്വാഡാണ് പോകുന്നത്. അപ്പൊ ഈ 15 പേര് ഇതിലെ ആരൊക്കെയാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കളിച്ചവരൊക്കെ തന്നെ ആണോ, അല്ലെങ്കിൽ ഇതിൽ സെലക്ഷന് പ്രാക്ടീസിന് വരാത്ത ഒരു ടീമിലുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് ടീമുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അവരത് സിൻസിയർ ആയിട്ട് നോക്കുന്നുണ്ട്. കാരണം ഇപ്പം ആര് വന്ന് ക്യാച്ച് ഡ്രോപ്പ് ചെയ്താലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു നടൻ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അവർക്ക് ക്യാച്ച് കിട്ടത്തില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ക്യാമ്പിന് വരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പം ഈ സ്റ്റാർഡമും ടാലന്റും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ 2 വർഷമായിട്ട് ഈ ടീം സ്പെഷ്യലി കുറച്ച് ബാലൻസ്ഡ് ആണ്. അതിന്റെ ക്വാളിറ്റി കാണാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉള്ളൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അന്ന് തന്നെ കളി ജയിച്ചപ്പോൾ എല്ലാവർക്കും ജയിക്കണമെന്നുള്ളതൊരു ആവേശം. അത് എല്ലാവരും ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഷാരിക്കിൻ്റെ ഒക്കെ ബോൾ ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ജീൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കാം, ഷാരിക്കൊക്കെ എനിക്കറിയില്ല, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല അവിടെ കളിക്കാൻ. ഇന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിലേ കളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് നടന്ന ആളാണ്. ക്രിക്കറ്റിലേക്ക് വന്നപ്പം നിങ്ങളെ ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതും നിങ്ങൾ ഇതിൽ ഇത്രയും പാഷനേറ്റ് ആയിട്ട് കളിക്കുന്നു എന്നുള്ളതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ നിസ്സാരമൊന്നുമല്ല. നിങ്ങൾ അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടും ഗംഭീരവും. അത് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒരു 4-5 വർഷമായി ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ആൾക്കാർ ആരെങ്കിലും വന്നിട്ടാ കൊള്ളാമെന്ന് പറയുന്നത്. നമ്മൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ മീനിങ് അല്ലെ ജോമൻ്റെ ജീവിതത്തിൻ്റെ മീനിങ് ഞങ്ങൾ ഇതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ താങ്ക് യു. നമ്മളെന്താ അറിയുക, പലരോടും സംസാരിക്കാൻ ഒരു മടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വേറെ കുറേ വാല്യൂസ് വെച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അതാണ് ഞാൻ ജീൻ ചേട്ടനോട് ചോദിച്ചിട്ട് ഇത് സംസാരിക്കുന്നത് തന്നെ.
നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന നിസ്സാര കാര്യമല്ല ചാനൽ. അതിപ്പം ഇപ്പം തന്നെ നമ്മൾ മദൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷം, മദനെക്കുറിച്ച് എത്രയോ നല്ല കമൻറ്റുകളാണ് വരുന്നത്. ഒരു കൂട്ടം മോശം കമൻറ്റുകളുടെ പേരിൽ പലരും വീഡിയോയിലേക്ക് വരാൻ മടിക്കുന്ന സമയമുണ്ട്. പക്ഷേ മദൻ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പം ജീൻ ചേട്ടനും ആക്ച്വലി സമയം ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ കഷ്ടപ്പെട്ട് വന്ന് കളിക്കുന്നത്. അപ്പോൾ അത് കളിനോടുള്ള പാഷനും അതിന്റെ ഇൻട്രസ്റ്റും കാണുന്നുണ്ട് വീഡിയോ. ഞാനിപ്പം അത് ഞാൻ ജീൻ ചേട്ടനോടാണ് പറയുന്നത്. ഇപ്പോൾ ജീൻ ചേട്ടൻ്റെ തിരക്കുകളുടെ ഇടയിൽ നല്ല ജീൻ ചേട്ടൻ വന്നിട്ട് ഈ എഫേർട്ട് ഇടുന്നത്. കാരണം പൊതുസമൂഹത്തിലേക്ക് ഇതിടുമ്പോൾ അവർ വേറെ രീതിയിൽ എടുക്കുന്നത്. അവർ ഭയങ്കര പ്രൊഫഷണൽസിനെ കളിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ തന്നെ പറഞ്ഞാൽ ബോൾ ചെയ്യുമ്പോൾ വരുന്ന ടേണ് എനിക്ക് പിന്നെ ഞാൻ കുറേ കാലം കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ടെന്നീസ് ബോൾ, അത് അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ക്രിക്കറ്റ് പാഷൻ അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. വീണ്ടും ഗ്രൗണ്ടുകളിൽ വെച്ച് കാണാം. താങ്ക് യു സോ മച്ച് ജീൻ ചേട്ടൻ.